നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാവിലെ എന്താ ഗഹനമായൊരു ആലോചന? ഇത് രാവിലെ തുടങ്ങിയ ചിന്തയല്ല ഗാർഗി, ഇന്നലെ മുതൽ തുടങ്ങിയതാ. എന്താ കാര്യം? എന്താ വിഷയം? നടക്കാൻ പോകുന്ന കാര്യങ്ങള് നീയും അറിഞ്ഞു കാണുമല്ലോ. ദേവമ്മയുടെ ആഭരണങ്ങള് ജാസ്മിന് കൊടുക്കാന്ന് പറഞ്ഞ അതെങ്ങനെ സാധിക്കും? അതിനോട് എനിക്ക് യോജിപ്പില്ല. ദേവമ്മ വളരെ പവിത്രമായി അണിഞ്ഞിരുന്ന ആഭരണങ്ങളല്ലേ അത്. ആ ആഭരണങ്ങള് ജാസ്മിനെ പോലെ ഒരാൾക്ക് കൊടുക്കാന്ന് വെച്ചാ എനിക്കത് ഉൾക്കൊള്ളാൻ പോലും സാധിക്കുന്നില്ല. അത് തന്നെയാ എന്റെ മാനസികാവസ്ഥ. ഞാൻ ചിന്തിക്കുന്നതും അതിനെക്കുറിച്ച് തന്നെയാ. നീ ഇത് ബ്രോയോട് സംസാരിച്ചില്ലേ? എന്താ ബ്രോയുടെ അഭിപ്രായം? ഞാൻ സംസാരിച്ചു, പക്ഷേ വിശാൽ സാറിന്റെ മറുപടി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ബ്രോ എന്തു പറഞ്ഞു? പ്രഭാവതി അമ്മ ഒന്നും കാണാതെ ഒന്നും പറയില്ല, അതുകൊണ്ട് ആ ആഭരണങ്ങള് ജാസ്മിന് കൊടുത്തേക്കാനാ സാറ് പറഞ്ഞത്. ബ്രോ അങ്ങനെ പറഞ്ഞോ? അത് അതിശയായിരിക്കുന്നല്ലോ. വിശാൽ സാർ ഇത് പറയൂന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പിന്നെ ഒരു കാര്യം കൂടി വിശാൽ സാർ പറഞ്ഞു. അത് ദേവമ്മയുടെ ആഭരണങ്ങള് ജാസ്മിന് കൊടുക്കുന്നതിലുള്ള എന്റെ വിഷമം കണ്ടിട്ട് പറഞ്ഞതാവണം. ജാസ്മിന് കൊടുക്കുന്ന ദേവമ്മയുടെ ആഭരണങ്ങള് വിവാഹം കഴിഞ്ഞ് ജാസ്മിനിൽ നിന്നും തിരികെ വാങ്ങണമെന്ന്. നന്നായി. ഇത്രയും വിലയേറിയ ആഭരണങ്ങള് ജാസ്മിന്റെ കൈ കിട്ടിയ അവളത് തിരികെ തരുമെന്ന് തോന്നുന്നുണ്ടോ? കൊടുത്തത് തന്നെയാ. അവള് ഗായത്രിയമ്മയുടെ ആഭരണങ്ങള് എന്നേക്കുമായിട്ട് സ്വന്തമാക്കി വെക്കും. പിന്നെ അവളോട് ഒരു ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാ വിശാൽ സാറിനോട് പറഞ്ഞ് പ്രഭാവതി അമ്മയുടെയും ജാസ്മിന്റെയും നീക്കങ്ങളെ തടയാൻ നോക്കിയത്. പക്ഷെ ആ ശ്രമം ഒരു പ്രയോജനം ഇല്ലാതായിപ്പോയി. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഞാൻ ഈ ആഭരണങ്ങളും സ്വത്തുക്കളും ഒക്കെ പ്രഭാവതി അമ്മയ്ക്ക് തിരികെ കൊടുത്തപ്പോ അന്ന് അതൊക്കെ അമ്മയ്ക്ക് കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ച ആളാ വിശാൽ സാറ്. ആ വിശാൽ സാറ് ഇപ്പൊ എന്തുകൊണ്ടാ ആഭരണങ്ങളൊക്കെ ജാസ്മിന് കൊടുക്കാൻ പറയുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. പാർവതി, ബ്രോ ഒന്നും കാണാതെ പെരുമാറുന്ന ആളല്ല. എന്നാലും എന്താണ് വിശാൽ സാറ് മനസ്സിൽ കരുതിയിരിക്കുന്നതെന്ന് എന്നോടെങ്കിലും ഒന്ന് പറയാൻ പാടില്ലേ? എങ്കിൽ എനിക്ക് എത്ര മനസ്സമാധാനം കിട്ടുമായിരുന്നു. പാർവതി ഇത് ബ്രോയോട് ചോദിച്ചോ? ഇല്ല, ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പോയില്ല. വിശാൽ സാറ് പറയുന്നെങ്കിൽ പറയട്ടെ എന്ന് കരുതി. ഏതായാലും ബ്രോ മനസ്സറിഞ്ഞ് അമ്മയുടെ ആഭരണങ്ങൾ ജാസ്മിന് കൊടുക്കാൻ സാധ്യതയില്ല. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടാവണം. ദേവമ്മയുടെ ആഭരണങ്ങള് ഒരു നിമിഷം പോലും ജാസ്മിൻ അണിയാൻ പാടില്ല. അതാ എന്റെ വാശി. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാ ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് ആലോചിക്കാം. പിന്നെ ഇത് നമ്മൾ നടത്തി കൊടുക്കുന്ന വിവാഹമാണ്. അതുകൊണ്ട് തന്നെ ഈ കല്യാണത്തെ പറ്റി ആരും പിന്നീട് ഒരു കുറവും പറയരുത്. അത് നമുക്ക് മോശം. അതെങ്ങനെ മോശാവും? ജാസ്മിന്റെ ഫാമിലിയും അവളുടെ വിവാഹം നടത്താനായി പങ്കുചേരില്ലേ? ജാസ്മിന്റെ അച്ഛൻ ഏതായാലും അവളുടെ കല്യാണം ആഡംബരമായിട്ട് നടത്തുന്ന ഉറപ്പാ. ഇട്ട് മൂടാനുള്ള സ്വത്തുക്കളുള്ള കുടുംബം. ആ ഫാമിലിയിൽ കെട്ടിച്ചയക്കാൻ ജാസ്മിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നിശ്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്നും ഒരു കല്യാണം ആമാകം തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ നമ്മള് കൂടി ചേരുമ്പോ മാരേജ് ഗ്രാൻഡ് ആകും. പാർവതി, ഇന്നലെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ?
ഗായത്രി ചേച്ചിയുടെ ആഭരണങ്ങളുടെ കാര്യം നീ അതിങ്ങ് എടുത്തിട്ട് വരൂ. അതിപ്പോ തന്നെ നമുക്ക് ജാസ്മിന് കൊടുത്തേക്കാം. വിശാൽ, ജാസ്മിന്റെ കല്യാണത്തോടനുബന്ധിച്ച് മോന്റെ അമ്മ അണിഞ്ഞിരുന്ന ആഭരണങ്ങള് ഞാൻ ജാസ്മിന് കൊടുക്കാമെന്ന് വെച്ചു. ഇന്നലെ ഞാനത് പാർവതിയോട് പറഞ്ഞിരുന്നു. രാത്രി തന്നെ പാർവതി അതെന്നോട് സൂചിപ്പിച്ചിരുന്നു. എന്നാ പിന്നെ ആഭരണം കൈമാറുന്ന ചടങ്ങ് നടത്തിയേക്കാം അല്ലേ വിശാൽ? അതിനെന്താ, ആയിക്കോട്ടെ. ഇവൻ എന്താ ഇതിനെ എതിർക്കാത്തെ? സാധാരണ ഗായത്രിയുടെ ആഭരണങ്ങൾ അന്യർക്ക് കൊടുക്കാൻ ഇവൻ സമ്മതിക്കില്ലല്ലോ. ഇനിയിപ്പോ സ്വപ്നത്തിൽ വന്ന് കണ്ടതുപോലെ ഗായത്രിയുടെ ആത്മാവ് ഞങ്ങളെ വന്ന് പിടിക്കട്ടെ എന്ന് കരുതിയാണോ ഇവൻ മിണ്ടാതിരിക്കുന്നത്? ആ പാർവതി, നീ ചെന്ന് ആഭരണങ്ങൾ എടുത്തിട്ട് വരൂ. പാർവതി, ചേച്ചി പറഞ്ഞത് നീ കേട്ടില്ലേ? അല്ല, ദേവമ്മയുടെ ആഭരണങ്ങള് അത് ഞാൻ ഇന്നലെ അമ്മയോട് പറഞ്ഞില്ലേ, അതിന്റെ പവിത്രത അതൊന്നും ആലോചിച്ച് നോക്കിയിട്ട്. ഒന്നും ആലോചിക്കാനില്ല. വിശാലിനില്ലാത്ത ആ പ്രശ്നം നിനക്കെന്തിനാ? നീ ഞാൻ പറഞ്ഞത് ചെയ്യ. പോയി ആഭരണങ്ങൾ എടുത്തിട്ട് വരൂ. വിശാൽ സർ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പാർവതി, ആദ്യം ജാസ്മിന്റെ വിവാഹം നടക്കട്ടെ. നീ ചെല്ല്. ചെല്ല് പാർവതി. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നൊന്നും നല്ലതായി എനിക്ക് തോന്നുന്നില്ല. ദേവമ്മയുടെ ആഭരണങ്ങൾ വളരെ പവിത്രമാണ്. അത് ജാസ്മിനെ പോലൊരു അസുര ജന്മത്തെ അണിയിക്കാന്ന് വെച്ചാ അത് എനിക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. ഗായത്രി അമ്മയുടെ ആഭരണങ്ങൾ ജാസ്മിനെ അണിയിക്കാൻ പാടില്ലെന്ന് വിശാൽ സാറിന് മനസ്സിലാവുന്നില്ല. എല്ലാവരും ചേർന്ന് ആഭരണം എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ അത് പറ്റില്ലെന്ന് പറയാൻ എനിക്കാവില്ലല്ലോ. ഉദയനൂരമ്മ, ഗായത്രി അമ്മയുടെ ആഭരണങ്ങൾ ജാസ്മിന്റെ കൈകളിലെത്താതെ നീ കാക്കണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.